അല്ലെങ്കിൽ നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ 1:5. യോഹന്നാൻ 1:5. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശു വചനത്തിന്റെ ധാരാളടിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിസ്ഥാനമായിട്ട് സംസാരിക്കുവാനാണ് യേശുവെ, ഞങ്ങളിലേക്ക് നിന്റെ വെളിച്ചത്തെ ജീവനെ നീ അധികമായിട്ട് പകർന്നുവെന്നതാ. ഞങ്ങളോ ഇരുളായിരുന്നു നീ പറഞ്ഞുവെങ്കിൽ യേശുവെ, നിങ്ങളോ ഇരുളായിരുന്നു പുസ്തകം പറഞ്ഞുവെങ്കിൽ യേശു, ഞങ്ങൾ ഓരോരുത്തരും ഇരുളായിരുന്നല്ലോ യേശുവെ. ഞങ്ങൾ വെളിച്ചമില്ലാത്ത ജീവനില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് യേശുവെ. നിന്റെ സത്യം വിളിച്ച് ഞങ്ങളെ കൂട്ടി വരുത്തി യേശുവെ. ഞങ്ങളിലേക്ക് ഇരുളിന്റെ അവസ്ഥകളിലേക്ക് അനേകം മരണത്തിന്റെ, രോഗത്തിന്റെ, യേശു പാപങ്ങളുടെ, യേശു അകത്യങ്ങളുടെ, യേശു തടസ്സങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, യേശു ക്ഷീണത്തിന്റെ, പ്രയാസത്തിന്റെ, ഇരുളിന്റെ അവസ്ഥയിലേക്ക് നിന്റെ വെളിച്ചത്തെ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ പകർന്ന് യേശുവെ, ഞാൻ ഓരോ മക്കളെയും ഇത്രത്തോളം ജീവിച്ച് ഉയർത്തി അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നതാണ്. ഇനിയും യേശു അനേക ഇരുളുകളിലേക്ക് യേശുവെ ജയിച്ചെടുക്കേണ്ടതുണ്ടല്ലോ. ഞങ്ങൾ വാഴുന്ന ഇരുളിലേക്ക് നിന്റെ വെളിച്ചത്തെ പകരുവാനാണല്ലോ നീ കൺവെൻഷനിലേക്ക് ഞങ്ങളെ കൂട്ടുവരുത്തിയിരിക്കും യേശുവെ. അനുനിമിഷം നിന്റെ വചനങ്ങളെ, നിന്റെ ജീവനെ ഞങ്ങളിലേക്ക് പകർത്തണമെങ്കിൽ യേശുവെ അത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഞങ്ങൾ കഴിയാത്ത അവസ്ഥകളുണ്ടല്ലോ. ഏത് മനുഷ്യൻ പ്രകാശിക്കുന്ന വെളിച്ചമാണല്ലോ ഞങ്ങളുടെ അവസ്ഥകൾ എന്ത് തന്നെയായാലും അതിലേക്ക് കടന്നു വന്ന് യേശുവെ അവിടെയുള്ള ഇരുളിന്റെ ബന്ധനങ്ങൾ ഞങ്ങളെ വെടിവെച്ച് യേശു ജീവനിലേക്ക്, യേശു സ്വാതന്ത്ര്യത്തിലേക്ക്, യേശു സത്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നിന്റെ വെളിച്ചം കടന്നു വരുമ്പോൾ യേശുവെ നിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ, നിന്റെ വെളിച്ചത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ വെളിച്ചങ്ങളുടെ പിതാവായ നിന്നിൽ തന്നെ യേശു ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെയെങ്കിൽ യേശു ഓരോ വിഷയത്തിലും ഇരുളിനെ മാറ്റി, യേശു ദുഷ്ടനെ മാറ്റി, യേശു വെളിച്ചം തന്നെ, ജീവനം തന്നെ, ദൈവിക അംശം തന്നെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കുമാറാണ് എന്നതാ യേശുവേ. ആ ഇരുളോ വെളിച്ചത്തെ കീഴടക്കിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ യുദ്ധങ്ങൾ കടന്നു വരുമ്പോൾ ആ ഇരുളിനോട് യുദ്ധം ചെയ്ത് വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്ത് നീക്കുവാൻ തക്കവണ്ണം രാവിലമായ വെളിച്ചത്തെ ഞങ്ങളിലേക്ക് പകരണമെന്നതാ യേശു. ഇരുളിന്റെ വെളിച്ചം ഇരുളിനെ ജയിച്ച് വെളിച്ചം തന്നെ യേശു അനേകത്തിലേക്ക് പകരുവാൻ യേശു സമാന രീതിയിൽ കർഷകരായിരിക്കുന്ന അനേകരെ ജീവനെ കൊണ്ടുവരാൻ പറഞ്ഞ ഓരോ മക്കളെയും നീ ഒരുക്കുമാറാണമേ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെയും. ഹല്ലേലൂയ. യോഹന്നാൻ 1:5. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ എന്നെ കീഴടക്കിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ആ ഇരുൾ നമ്മളെ കീഴടക്കാൻ യേശു നമുക്ക് ആ വെളിച്ചം, ദൈവത്തിന്റെ ഒരു ആത്മാവിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു അഭിഷേകം ഉള്ളപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ഉത്സാഹമുണ്ട്. ഹല്ലേലൂയ. പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്ന ഒരു അവസ്ഥയാകുന്നു. പക്ഷെ നമുക്കറിയാം ഹല്ലേലൂയ, അത് നമ്മളിലേക്കൊന്ന് വന്നു കഴിയുമ്പോഴോ അതിനെ എതിർക്കുന്ന മറ്റൊരു കാര്യം പൗലോസ് പറഞ്ഞ പോലെ ഹല്ലേലൂയ, ഞാൻ അറിയാത്ത ഒരു പാപം എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മുന്നോട്ടൊന്ന് എടുക്കാൻ, ആ ഉത്സാഹത്തിലൊക്കെ മുന്നോട്ടൊന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അതിന് തടസ്സപ്പെടുന്ന അനേക കാര്യങ്ങൾ പല സാഹചര്യങ്ങളായിട്ടായിരിക്കും നമ്മൾ തന്നെ പൊങ്ങി വരുന്നതായിരിക്കും. ഇങ്ങനെ അനേക കാര്യങ്ങൾ പുറപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ ഇതിനോടൊക്കെയും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആ തടസ്സങ്ങളൊക്കെയും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. പുറത്തെ ഒരവസ്ഥയിൽ നമ്മൾ ലോകത്തിന്റെ ഒരു അറിവ് വെച്ചിട്ട് ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും ഒക്കെ വെച്ച് അതിനോട് ഏറ്റുമുട്ടുന്നു. ഹല്ലേലൂയ കുറേയൊക്കെ മറികടക്കുന്നു, കുറേയൊക്കെ സാധിക്കുന്നു, ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ ഏത് തടസ്സവും ബുദ്ധിമുട്ടും സങ്കടവും മരണവും എല്ലാം കടന്നു വരുന്നത് ഹല്ലേലൂയ ആ ദൈവികമല്ലാത്ത ഒരു തലത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മിൽ തന്നെ വസിക്കുന്ന, നമ്മളെ തടസ്സപ്പെടുത്തുന്ന ആ ദൈവികമല്ലാത്ത ഒരു തലം ഹല്ലേലൂയ സാത്താൻ എന്ന് തന്നെ ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ അപ്പൊ ആ രോഗത്തിനും കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം പിന്നിൽ ആ ദുരാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അവിടെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനെ എതിർക്കുന്ന ആ തലവും അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു തലം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും അത് ലോകത്തിന് മറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ JCFT വന്ന മക്കൾക്ക് അത് മറഞ്ഞു കിടന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഹല്ലേലൂയയിലൂടെ തെളിച്ചം ഇരുളിലേക്ക് അവർ വെളിച്ചമാവുന്നു. അല്ലെ ഞങ്ങൾ ആരും ഹല്ലേലൂയ ഒരു സുവിശേഷകരോ ഹല്ലേലൂയ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നും അല്ലായിരുന്നു. എൻ്റെ പേര് പോൾരാജ്. ഹല്ലേലൂയ ഞാൻ ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആ ഇരുളിന്റെ ആധിക്യം കൊണ്ട് തന്നെ ഇവിടെ കൂട്ടി വരുത്തി ഹല്ലേലൂയ ഒരു ജീവന്റെ രക്ഷ ആ വെളിച്ചം ഒന്ന് പകർത്തി
വളർന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ജീവനോടെ ഇവിടെ നിൽക്കാൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു നോർമൽ സുവിശേഷ പ്രസംഗം പോലെ ഒന്നും തോന്നിയെന്ന് വരികയില്ല. എങ്കിലും ഹല്ലേലൂയ ഞാൻ കണ്ടത് തൊട്ടത് അറിഞ്ഞതായ ചില കാര്യങ്ങളെ കുറിച്ച് തൊട്ടത് അറിഞ്ഞത് കണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് തന്നെയാവുന്നു ഹല്ലേലൂയ നമുക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ അതായത് ഹല്ലേലൂയ ഏതൊരു ഇരുളിന്റെയും പുറകിൽ ഹല്ലേലൂയ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ദുരാത്മാവ് തന്നെയാവുന്നു എന്നുള്ള ഒരു സത്യം ഹല്ലേലൂയ. അതിനെ തീർച്ചയായിട്ടും ആ ദുഷ്ടമായിട്ടാകുന്നു നമുക്ക് പോരാട്ടമുള്ള ചില രക്തങ്ങളോടല്ല പോരാട്ടമുള്ള എന്നൊരു തിരിച്ചറിവ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഹല്ലേലൂയ. ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ പാഴ്ശൂന്യമായിരുന്ന ഭൂമിയെ കണ്ടിട്ട് ഹല്ലേലൂയ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ഉൽപ്പത്തിയിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ 1-2 വചനങ്ങൾ തന്നെ കർത്താവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്തെടുക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാവുന്ന കർത്താവിന് പറഞ്ഞത്. ഹല്ലേലൂയ ഏത് വിഷയം കണ്ടും നിരാശപ്പെട്ട് മടുത്തു പോകുവാനല്ല, അവിടെ ഹല്ലേലൂയ വെളിച്ചം ഉണ്ടാകുവാനായിട്ട് ഹല്ലേലൂയ ആ വചനത്തെ ഹല്ലേലൂയ വെളിച്ചം ഉണ്ടാവട്ടെ ആ കാര്യത്തെ ഒന്നോട് സ്ഥാപിച്ചെടുക്കുവാനായിട്ടാകുന്നു കർത്താവ് മനുഷ്യപുത്രന്മാരായ നമ്മളെ ഹല്ലേലൂയ ഉദ്ദേശിച്ച് ഹല്ലേലൂയ ഒരു അധികാരമാവുന്നു നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ തന്നെയാവുന്നു ദൈവം നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതേ ആത്മാവ് ഹല്ലേലൂയ യേശു ഒരു ദിവസമായിട്ടല്ല മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്ന് തന്റെ മുന്നിൽ കടന്നു വന്ന ഓരോ ഇരുളിനെയും സാധാരണ ഓരോ തലങ്ങളെയും ഹല്ലേലൂയ അതിന് വഴിപ്പെടാതെ അതിന് വിരുദ്ധമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം എന്തോ അത് അവിടെ ഹല്ലേലൂയ ഒന്ന് പ്രസ്താവിച്ച് ഹല്ലേലൂയ ആദ്യം നടപ്പിലാക്കി ഹല്ലേലൂയ യുദ്ധം ചെയ്ത് തന്നെയാവുന്ന ജീവനിലേക്ക് കടന്നു പോയതെങ്കിൽ ഹല്ലേലൂയ നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ഒന്ന് മുമ്പോട്ട് എടുക്കാനായിട്ട് സ്വീകരിച്ചു റെഡിയായപ്പോൾ ആകുന്നു ഹല്ലേലൂയ മരണത്തിലായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് പിടിച്ചെടുക്കുവാനായിട്ട് ഹല്ലേലൂയ സാധിച്ചത്. ഹല്ലേലൂയ അതേ ആത്മാവിനെ തന്നെ ആവുന്നു ഞങ്ങളിലേക്ക് പകർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആ ബന്ധനങ്ങൾ ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ വന്നിരിക്കുന്ന എൻ്റെ പിന്നിൽ ഹല്ലേലൂയ മറഞ്ഞു കിടക്കുന്ന അനേകം കിളകൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ വർഷം പറഞ്ഞ പോലെ കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല അല്ലെ ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ അതിന്റെ പിന്നിൽ എന്താവുന്നു ഹല്ലേലൂയ ആ ന്യായപ്രമാണ ലംഘനങ്ങൾ ആകുന്നു ഹല്ലേലൂയ അവിടെ സാധാരണ അവസരം കൊടുക്കുന്നതെന്നും ഹല്ലേലൂയ അതിന്റെ പിന്നിലോ ലംഘിപ്പിക്കുന്ന ദുഷ്ടനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അത് ന്യായപ്രമാണ ലംഘനം പാപത്തിന് കാരണമാവുന്നു, പാപം മരണത്തിന് കാരണമാവുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മരിക്കുന്നില്ലായിരിക്കും, പക്ഷേ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ആ മരണം വന്ന് ഹല്ലേലൂയ നമ്മുടെ സന്തോഷം കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ, സമാധാനം കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ, സ്വസ്ഥത കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇങ്ങനെയെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിനെ തിരിച്ച് ഒന്ന് പിടിച്ചെടുക്കുവാനായി ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ തിരിച്ചൊന്ന് പിടിച്ചെടുക്കണമെങ്കിലോ ഹല്ലേലൂയ എന്നിൽ തന്നെയാവുന്ന ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ടു വരും. ഹല്ലേലൂയ തടസ്സം വരുമ്പോൾ എന്നിലാവുന്ന നിരാശ കടന്നു വരുന്നത്, എന്നിലാവുന്ന ഒരു മടുപ്പ് കടന്നു വരുന്നത്, എന്നിലാവുന്ന ഒരു സങ്കടം കടന്നു വരുന്നത് ഹല്ലേലൂയ അപ്പൊ ഇതൊന്നും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങളല്ല എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് ഇതിന്റെ പിന്നിൽ എന്നിൽ തന്നെ മറന്നിരിക്കുന്ന ദുഷ്ടന്റെ ഒരു പ്രത്യക്ഷതയാകുന്നു കടന്നു വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാകുന്നു കർത്താവ് ഞങ്ങളിലേക്ക് ഹല്ലേലൂയ പകർന്നു തന്നതെങ്കിൽ ഹല്ലേലൂയ അവിടെ ഒരു യുദ്ധം ചെയ്തു. ഹല്ലേലൂയ ആ സാത്താന് എന്നിൽ വാഴാൻ ഇടം കൊടുക്കാതെ ഒരു യുദ്ധം ചെയ്ത് ഹല്ലേലൂയ നിരാശയെ ദൈവാത്മാവിനാൽ ആ പ്രത്യാശയുടെ ആത്മാവിനാൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആത്മാവിനാൽ ഒന്ന് റീപ്ലേസ് ചെയ്യുവാണെങ്കിലോ ആ കാര്യത്തിൽ ഹല്ലേലൂയ ഒരു സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള ആ ഒരു തലത്തെക്കുറിച്ച് ആകുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ജേസഫിൽ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ ഓരോ കാര്യത്തിന്റെയും അതിന്റെ ബേസിക് കോൺസ്റ്റുവന്റ് അല്ലെ ഹല്ലേലൂയ അതിന്റെ തന്മാത്രകൾ ഹല്ലേലൂയ അതിനാ ആ പദാർത്ഥത്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഉള്ളതെങ്കിൽ ഹല്ലേലൂയ നമ്മൾ നിൽക്കുന്ന ഇങ്ങനെയുള്ള ഓരോ ചെറിയ തലങ്ങളിലും ഹല്ലേലൂയ നമ്മളുടെ എന്താണോ ഉള്ളത് ദൈവത്തിന്റെ കാര്യങ്ങളുണ്ട്, ദുഷ്ടരായ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം തമ്മിലൊരു മിക്സപ്പ് ആവുന്ന അതിൽ കിടക്കുന്നെങ്കിൽ അതിന്റെ ഒരു ആകത്തുക തന്നെയാവുന്നു ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഹല്ലേലൂയ നമ്മുടെ പ്രതിഫലനമായിട്ട് വരും. ഹല്ലേലൂയ. അപ്പൊ ആ ഓരോ സൂക്ഷ്മ തലങ്ങളിലും
നോർമൽ സുവിശേഷ യോഗങ്ങളിലും അല്ലെങ്കിൽ പൊതുവായിട്ട് പറയുമ്പോഴും എല്ലാം ഹല്ലേലൂയ നമ്മളെ രക്ഷ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, ഹല്ലേലൂയ അങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും എന്നെല്ലാം പറയുന്നെങ്കിലും ഹല്ലേലൂയ ഓരോ വ്യക്തിയിലും ഇതൊന്ന് സ്ഥാപിക്കപ്പെട്ടു. ഓരോ വ്യക്തിയിലും ഓരോ തലങ്ങളിൽ പുറത്തേക്ക് ഒന്ന് എടുത്തു വരുമ്പോൾ ഹല്ലേലൂയ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സമാധാനക്കേടായിരിക്കും, ഒരു അസ്വസ്ഥതയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഒരു ദൈവരാജ്യത്തിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെയാവുന്നത് സംഭവിക്കുന്നത്. സോ അതിൽ ആ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ടാവുന്നു കർത്താവ് അങ്ങനെ ഒരു അവസരത്തെ തന്ന് ഹല്ലേലൂയ ആ ഒരു തലത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നു ഇല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഏതൊരു അസ്വസ്ഥതയായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ പുറപ്പെട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അറിഞ്ഞിട്ട് തന്നെയാവുന്നു. അവന്റെ ഒരു ഉദ്ദേശമുള്ളൂ ആ കാര്യത്തിൽ. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഒരു ദൈവിക തലം അവിടെ ഒന്ന് സ്ഥാപിച്ചു. ഹല്ലേലൂയ നമ്മളെ വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് നമ്മളെ പിൻപറ്റി വന്നിരിക്കുന്ന ഇരുളുകളാവുന്നു നമുക്ക് സ്വസ്ഥയും സമാധാനവും തരാതെ നമ്മൾക്ക് അവിടെയും പ്രത്യക്ഷപ്പെട്ട് വന്നതെന്നുള്ളൊരു തിരിച്ചറിവാകുന്ന കർത്താവ് കൂടി വന്നിരുന്നത്. ഹല്ലേലൂയ. ഓരോ പുസ്തകത്തിലും പറഞ്ഞു ഹല്ലേലൂയ നിന്റെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. ഞാൻ 3 വട്ടം അവനോട് അപേക്ഷിച്ചു, പക്ഷെ അവിടെയൊക്കെയും പല പല കാര്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് വന്നപ്പോൾ അതിനെ ഒഴിവാക്കി തരണമെന്നുള്ളൊരു അപേക്ഷയാവുന്നു പുസ്തകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നെങ്കിൽ വീണ്ടും 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 ഹല്ലേലൂയ അവന്റെ വെളിച്ചം പൗലോസ്തോലിക്ക് കൊടുക്കാതിരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ഹല്ലേലൂയ തിരിച്ചറിയുവാനായിട്ട് ഹല്ലേലൂയ വീണ്ടും കർത്താവിലേക്ക് ഒന്ന് അടുത്ത് വന്നപ്പോഴോ നിന്റെ എന്നതേക്കും തടസ്സപ്പെടുന്ന എന്നും ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാവുന്നു ഈ തലങ്ങളിലൊക്കെയും പ്രത്യക്ഷപ്പെട്ട് വരുന്നതെന്നും ഹല്ലേലൂയ അതിനോടാകുന്നു, അതിന്റെ പിന്നിലുള്ള സാധാരണോടാകുന്നു നിനക്ക് യുദ്ധമുള്ള എന്നുള്ള ഒരു തിരിച്ചറിവാകുന്നു പൗലോസ്തോലൻ ആ കാര്യത്തിലൊന്ന് കൊടുത്തത്. ഹല്ലേലൂയ. അതിൽ നിന്നാണ് നിന്റെ കൃപ എനിക്ക് മതി. അപ്പൊ ഇനി തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ആ ഒരു അവസരം ഉപയോഗിച്ച് അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ചാട്ടയടിയും ഹല്ലേലൂയ തടവും നഗ്നതയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഞാൻ സന്തോഷത്തോടു കൂടി സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹിച്ച് കടന്നു പോകുമല്ല, അങ്ങനെ ആക്കി കളയുന്ന അനവധി ഇരുളുകളുടെ ആ പ്രത്യക്ഷതയെ മുതലാക്കിക്കൊണ്ട് തന്നെ അതിനെ പുറത്താക്കി അവിടെ ആ മരണങ്ങളുടെ ആ ഇരുളുകളെ മാറ്റി അവിടെ വെളിച്ചത്തെ സ്ഥാപിച്ച് കടന്നു പോകുവാനുള്ള ഒരു ആത്മാവിന്റെ തിരിച്ചറിവ് സ്ഥാപിച്ച് ഹല്ലേലൂയ അതിന്റെ പാതപീഠത്തിൽ ഇരുന്ന് തന്നെ സ്ഥാപിച്ച് അതിനെ നടപ്പിലാക്കി അതിനെ മുന്നോട്ട് പോയ അപ്പോസ്തലന്റെ വചനങ്ങൾ തന്നെയാവുന്നു ഇന്നും നമ്മളെ ജീവിച്ച് ഹല്ലേലൂയ ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇന്നും നമുക്ക് ആ ജീവന്റെ വെളിച്ചത്തെ പകരുവാനായിട്ട് ഹല്ലേലൂയ കർത്താവെടുത്ത് നമ്മൾ പറഞ്ഞു വന്ന തന്മാത്രകൾ ഹല്ലേലൂയ നമ്മളാവുന്ന ഓരോ വ്യക്തികളിലും ഹല്ലേലൂയ ഓരോ തലങ്ങളിലും ഇങ്ങനെ പൊങ്ങി വരുന്ന ഇരുളുകളെ മാറ്റി മാത്രമേ നമ്മളാവുന്ന വ്യക്തിയെ ഒന്ന് പ്രകാശിപ്പിക്കുവാനും അങ്ങനെ നമ്മൾ ഉൾപ്പെടുന്ന ആ സഭയെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ അതിലേക്ക് എല്ലാം വെളിച്ചം പ്രസരിപ്പിക്കുവാനും അങ്ങനെ ഹല്ലേലൂയ ദൈവരാജ്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു തലത്തെക്കുറിച്ച് ഹല്ലേലൂയ ആ ഒരു മേഖലയെക്കുറിച്ചും ആകുന്നു ഹല്ലേലൂയ ജെസിക്ക് സംസാരിക്കുവാനുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മളെല്ലാം മറന്നു പോകുന്ന ഒരു തരം പൊതുവെ അങ്ങോട്ട് ഹല്ലേലൂയ ജനറലായിട്ട് ഒരു ശുശ്രൂഷകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ഒരു ദൈവരാജ്യം സ്ഥാപിച്ചെടുത്തു അനേകം അതൊന്ന് സ്ഥാപിച്ചു വരുമ്പോഴാവുന്നു ഇനിയും മറഞ്ഞു കിടക്കുന്ന അനവധി തരങ്ങൾ അല്ല എത്തവണെങ്കിലും ഒരു സ്വസ്ഥതയാ സമാധാനമാകുക എന്നൊക്കെ ഓർത്തിരിക്കുന്ന അവസരത്തിലാവുന്നു വീണ്ടും അനേകം തലങ്ങൾ അവിടെ പൊങ്ങി വരുന്ന നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ വീണ്ടും പൊങ്ങി വരുന്ന അപ്പൊ ഇവിടെയൊക്കെയും ഒരു ലോകാവസ്ഥാനം വരും. ഹല്ലേലൂയ. രോഗമുള്ള കാലത്തോളം ഹല്ലേലൂയ വേനലും മഴയും മഞ്ഞും വർഷവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ആ സൈക്ലിക് ആയിട്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ തന്നെയാവുന്നു. ഹല്ലേലൂയ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിച്ച് ഹല്ലേലൂയ ലോകത്തെ അവിടെ ഒന്ന് അവസാനിപ്പിച്ച് ഹല്ലേലൂയ അവിടെയെല്ലാം ദൈവത്തെ തന്നെ ഒന്ന് സ്ഥാപിച്ച് നിലനിൽക്കുന്ന ഹല്ലേലൂയ മാറിപ്പോകുന്ന നശ്വരമായ ലോകത്തിന്റെ അവസ്ഥകളെ മാറ്റിക്കളഞ്ഞ് നിലനിൽക്കുന്ന ആ വെളിച്ചത്തെ ജീവനെ അവിടെ സ്ഥാപിച്ച് കടന്നു പോകുവാനായിട്ടാകുന്ന കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും ഹല്ലേലൂയ അവൻ വേനൽക്കാലത്ത് ഹല്ലേലൂയ തന്റെ ആഹാരം കൂട്ടിവെക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും ബലഹീനരാന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഇത് ആകുന്നു ഇങ്ങനെ ഒരു കാര്യം പുറപ്പെട്ടു വരുമ്പോൾ നമ്മൾ എത്രത്തോളം വർഷങ്ങൾ ഈ ഒരു ഫീൽഡിലുള്ളതെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമുക്ക് കോപം വരുമ്പോൾ അതിനെ നമ്മൾ വഴിപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ നമുക്ക് അസൂയ വരുമ്പോൾ അല്ലെങ്കിൽ ഹല്ലേലൂയ വിഷമം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ എല്ലാത്തിനും കീഴ്പ്പെട്ടു പോകുന്ന ഒരു അവസ്ഥകളാണെങ്കിൽ ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ നമ്മളെ വാടുകൊണ്ടിരിക്കുന്ന ആ ഇരുളിന്റെ തലത്തെക്കുറിച്ച് തന്നെയാവുന്നു ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഗ്രഹിപ്പിക്കുന്നത് ഹല്ലേലൂയ ആ ഒരു മേഖലയിലേക്ക് ഹല്ലേലൂയ ഇരുളായിരിക്കുന്ന ഇന്ന്
ഇന്നും ഹല്ലേലൂയ ഇന്നായിരിക്കുന്ന വെളിച്ചമെത്താത്ത നമ്മൾ ആവുന്ന ഈ ലോകത്തിന്റെ അനേകം മേഖലകളിലേക്ക് തന്നെയാവുന്നു കർത്താവ് നമ്മളിലേക്ക് വെളിച്ചം പകരുന്നതും. ഹല്ലേലൂയ അവനോട് പറഞ്ഞതുപോലെ പർവ്വതമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഹല്ലേലൂയ ഇനിയും നിനക്ക് ദീർഘയാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവ് ഓരോ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുന്നു. മായായ ലോകത്തിൽ ഞാൻ കേറുന്നതാവേ, മായായ ലോകത്തിൽ ഞാൻ കേറുന്നതാവേ, എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിരുന്നു, എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിരുന്നു. ഏലിയാവും ഞാനിതൊക്കെ ചെയ്തില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ലേ, ആഹാബിന്റെ മുമ്പിൽ ചെന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ മാത്രം പ്രവാചകനായിട്ട് അവശേഷിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കടന്നു വന്നപ്പോഴും യഹോവയുടെ പർവ്വതത്തിൽ ചെന്ന് ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന അവസ്ഥയിലും യഹോവ അവിടെ കടന്നു വന്ന് അവരോട് സംസാരിച്ച് ഇതൊക്കെയും കൊടുക്കാറ്റ് പോലെയും ഇടിമുഴക്കം പോലെയും ഒക്കെ ഏലിയാവിന്റെ ഉള്ളിൽ തന്നെ കടന്നു വന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നെങ്കിൽ അതിലൊന്നിലും യഹോവയില്ലായിരുന്നു പറഞ്ഞു. ഇല്ലേ? നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഇതുപോലെ ആയി പോകുന്ന അവസ്ഥകൾ നമ്മൾ പലരും വാദിക്കുന്ന ഇത്രയൊക്കെ ചെയ്തില്ല, ഇത്രയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയില്ലേ എന്നൊക്കെയും വാദിച്ചും തർക്കിച്ചും ഒക്കെ ഇരിക്കുന്ന നമ്മളെ ഒരു സത്പ്രവർത്തി ചെയ്യുവാനാക്കിയെങ്കിൽ അത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന കാര്യമാവുന്നു. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാനായിട്ട് കർത്താവ് തന്നെ മുന്നൊരുക്കി അത് ചെയ്യിപ്പിച്ചു. നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തതല്ലേ എന്ന് ഏലിയാവ് ചോദിച്ചു നിന്നപ്പോൾ അതിലൊന്നും യഹോവയില്ലായിരുന്നു. അത് കഴിഞ്ഞ ഒരു മൃദുസ്വരം കടന്നു വന്ന് അവരോട് പറഞ്ഞു, 7000 പേരെ ഇനി അവശേഷിപ്പിച്ചിരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ നമുക്ക് ഇനിയും അനേകം പർവ്വതങ്ങളെ കീഴടക്കുവാനുണ്ട്. ഇതിനൊക്കെയും കടന്നു വന്ന അനേകം നിരാശകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ആ മരുഭൂമിയിൽ കൂടി അതൊക്കെയും നമ്മുടെ അനേകം നന്മകളെ മരുഭൂമിയാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ആ ദമേശിക്കൻ മരുഭൂമിയിൽ കൂടി തന്നെ ഒന്ന് തിരിച്ച് യാത്ര ചെയ്ത് നമ്മൾ ഇന്ന് വരെ കയറി വന്ന ആത്മീയത്തിൽ ഒരു തടസ്സം വന്നപ്പോൾ കയറി വന്ന അനേകം ബുദ്ധിമുട്ടുകൾ, നിരാശകൾ, മത്സരങ്ങൾ, മറുതരിപ്പുകൾ ഇതൊക്കെയും നമ്മൾ ഇതൊന്നും കണ്ടിതൊന്നും അടിച്ചിട്ട് കാര്യമില്ല. എന്നിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാവുന്നു ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞത്, തൊട്ടത്, കണ്ടത് ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെയും അവിടെ പ്രത്യക്ഷപ്പെട്ടു വന്ന എന്നെ തന്നെ നശിപ്പിക്കുന്ന ആ ഇരുളുകളെ കീഴ്പ്പെടുത്തേണ്ടത് അതിനെ കീഴ്പ്പെട്ട് പോയി അനേകം മരുഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടു പോയ അവസ്ഥകൾ ആയിരുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രദർശനം എന്ന മരുഭൂമി വഴിയായിട്ട് തിരിച്ചു യാത്ര ചെയ്യുവാനാണ്. ഇന്ന് ഈ കൺവെൻഷൻ ദിവസത്തെ 2ാം ദിവസത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മരുഭൂമി വഴിയായിട്ട് എന്നിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ ഭാഗ്യമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാവുന്നു. എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് ആ വഴിയായിട്ട് നമുക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയ ഏലിയ പ്രവാചകൻ നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിന് പകരമായിട്ട് നിനക്ക് പകരമായിട്ട് എലീശായെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ മറ്റൊരാളുടെ സ്ഥലത്തേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ തന്നെ ഒരു പുതിയ കാലത്തെ അഭിഷേകം ചെയ്തിരുന്നു. ഇങ്ങനെ ഏത് മനുഷ്യരെ പ്രകാശിക്കുന്ന ആ വെളിച്ചം ആ ഏലിയാവിൽ വന്ന നിരാശ, ബുദ്ധിമുട്ട്, മടുപ്പ്, പ്രയാസങ്ങളൊക്കെ ആയിക്കോട്ടെ, തിരിച്ചു വരുമ്പോൾ വീണ്ടും മടുപ്പിച്ച് കളയുന്ന കാര്യങ്ങളായിക്കോട്ടെ, പക്ഷേ അവിടെയും ആ അവസ്ഥയിലും അവനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തെ ആവുന്നു കർത്താവ് എപ്പോഴും പകർന്നുകൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യനെ പ്രകാശിക്കുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവനെ നിർത്തുന്നില്ല. അല്ലെങ്കിൽ നമ്മളാകുന്ന നമ്മളെല്ലാം ഇരുളിൽപ്പെട്ട് ഇല്ലാതായി പോകുമായിരുന്നു. വെളിച്ചത്തെ നിരന്തരമായിട്ട് തന്നുകൊണ്ട് തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ നമ്മളോട് പറഞ്ഞു, കർത്താവിലേക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഓരോ ചെറിയ കാര്യങ്ങളിലും നമുക്ക് കർത്താവിലേക്ക് നോക്കുമ്പോൾ നമ്മളത് പ്രകാശിച്ചായി എനിക്ക് അസൂയ വന്നില്ല, കുശിപ്പ് വന്നില്ല, കോപം വന്നില്ല, കാമം വന്നില്ല, ദേഷ്യം വന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ കർത്താവിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോഴോ ഇതെല്ലാം എന്നിൽ സംഭവിച്ചിരിക്കും. ഇത് എന്റെ അനേകമായ നന്മകളെ ഇല്ലായ്മ ചെയ്ത് അനേകം പച്ചപ്പുകളെ അനേകം വയലുകളെ മരുഭൂമിയാക്കി കളഞ്ഞ തലങ്ങൾ തന്നെയാവുന്ന ഒരു തിരിച്ചറിവും എടുത്തു തരുമ്പോൾ അതിന് പിന്നിൽ എന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന അനേക ഇരുളുകളെ മാറ്റിക്കളയാനുള്ള ഒരു അവസരമായിട്ട് ആവുന്ന കർത്താവ്
ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ള യാത്രയാവുന്നു എങ്കിലും സേഫ്റ്റി അതിലൂടെ ഒന്ന് കടന്നുപോയി നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത് നിരന്തരമായിട്ട് ആ കർത്താവിലേക്ക് തിരിച്ചു വരുവാനൊക്കെ നമ്മൾ ജനറലായിട്ട് പറയും. പക്ഷേ ആ ഓരോ പോയിന്റും ഒന്ന് തിരിച്ചു വന്നു ഹല്ലേലൂയ തിരിച്ചെത്തി നമുക്ക് സന്തോഷം കിട്ടിയെന്നൊക്കെ ജനറലായിട്ട് പറഞ്ഞു പോകാം, നമുക്കങ്ങനെ ആശ്വസിക്കാം. പക്ഷേ ഓരോ സ്ഥലത്തൂടെ ഒന്ന് കടന്നു വരുമ്പോഴോ ഹല്ലേലൂയ അവിടെയൊക്കെ നമ്മൾ സംഭവിച്ചു പോയ ആ പാളിച്ചകൾ, ഹല്ലേലൂയ നമ്മുടെ തെറ്റുകൾ, അകൃത്യങ്ങൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ 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 ആഹാവ നദിയുടെ തീരത്ത് വെച്ച് അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ഹവ എന്ന് പറഞ്ഞാൽ ആ ഒരു എസൻസ് അല്ലെങ്കിൽ ഹല്ലേലൂയ ഏത് കാര്യത്തിന്റെയും മർമ്മത്തെ, ഏത് കാര്യത്തിന്റെയും ആ മർമ്മപ്രധാനമായ കാര്യത്തെക്കുറിച്ച് തന്നെയാവുന്ന കർത്താവ് അതിൽ കൂടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ അപ്പൊ ആ കുഞ്ഞു കുട്ടികൾക്കും കുടുംബത്തിനും ബാക്കിയുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ടാകുന്ന കാര്യത്തിന്റെ മർമ്മം എന്തെന്ന് ഉള്ള ആ തീരത്ത് തന്നെ ഹല്ലേലൂയ അവിടെ തന്നെ അതിനെ തന്നെ റിപ്പയർ ചെയ്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒരു അകൃത്യം അവിടെ കാലിന്റെ തീരം മാറുന്നില്ലായിരുന്നു. പക്ഷെ കൃത്യമായി ആ ഒരു പോയിന്റിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോൾ തന്നെ വിടുതൽ കിട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അത് പുറമേ ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് ഫാസ്റ്റ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും തീരമായി കിടക്കുന്നതിന്റെ കോർ പോയിന്റിലേക്ക് തന്നെ ഒന്ന് കടന്നു എന്ന് ഹല്ലേലൂയ അവിടെ വെച്ചൊരു ഉപവാസം അല്ലെ ഹല്ലേലൂയ അതുമായിട്ട് ആ ദുഷ്ടമായിട്ടുള്ള കൂട്ടുകെട്ട് ഒന്ന് വിട്ടുമാറി ഹല്ലേലൂയ വോട്ടെടുത്ത് കഴിഞ്ഞപ്പോഴോ ഹല്ലേലൂയ അവിടെ സൈന്യത്തിന്റെ രാജാവിന്റെ സൈന്യത്തോട് സഹായം ചോദിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ കർത്താവിന്റെ ആ സഹായം അവിടെ എസ്രാ പുരോഹിതനും കൂട്ടത്തിനോട് വന്നു. അവരെല്ലാം എന്തായിരുന്നു പ്രവാസത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ ആലയം പണിയുവാനായിട്ട് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ നമ്മളിൽ വസിക്കുന്നു അല്ലെ ഹല്ലേലൂയ. അപ്പൊ ആ മന്ത്രം ഇന്ന് സാധാരണ മന്ത്രമായിട്ട് നമുക്ക് അല്പമൊക്കെ വെളിച്ചമുണ്ട്, ജീവനുണ്ട് ഹല്ലേലൂയ. പക്ഷെ ഇനിയും അനേകം മേഖലകൾ പണിയപ്പെടുവാൻ കിടക്കുകയാണ് ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ജഡപരമായ ഒരു തലവും പൊങ്ങി വരികയില്ല. നമ്മൾ വരുന്നില്ല എന്ന് പറയുകയാണ് ഓക്കെ. പക്ഷേ ഹല്ലേലൂയ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പുറപ്പെട്ടു വരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ്. സോ ആ കല്ലുകളിൽ നിന്ന് തന്നെ ഹല്ലേലൂയ ദുഷ്ടൻ എടുത്തുകൊണ്ട് പോയ ആ കല്ലുകളെ ഉപയോഗിച്ച് തന്നെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഒരു കോപം ജനിപ്പിക്കുന്ന, ക്രോധം ജനിപ്പിക്കുന്ന, അസൂയ ജനിപ്പിക്കുന്ന, മത്സരം ജനിപ്പിക്കുന്ന ഹല്ലേലൂയ ആ ദുഷ്ടൻ ഇന്നും വരെ നമ്മളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ആ ദൈവിക അംശങ്ങളെ തിരിച്ചു പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ ആ യുദ്ധം ആവുന്ന അവിടെ ഒന്ന് ചെയ്യേണ്ടതെന്നും ഹല്ലേലൂയ അവിടെയൊക്കെയും വെച്ച് ഹല്ലേലൂയ ആ പോയിന്റ് ഏതാണ് തിരിച്ചറിഞ്ഞ് തന്നെ അവിടെ ഒരു ഉപവാസം എടുത്ത് ആ ദുഷ്ടമായിട്ട് എന്നും കണക്റ്റഡ് ആയി പോകുന്ന അവസ്ഥ അകത്ത് തന്നെ ഒന്ന് വിട്ടുമാറി വരുമ്പോഴോ ഹല്ലേലൂയ അനേക വിടുതലുകളൊന്നും ആലയം പണിയുവാൻ ഹല്ലേലൂയ നമ്മളാവുന്ന ഈ ആത്മീയ ആലയം പണിയുവാനുള്ള അനേകം വസ്തുക്കൾ അവിടെ ഒന്ന് തിരിച്ചു പിടിച്ച് ആ നഷ്ടപ്പെട്ടു പോയ അനേകം ദൈവിക സ്വഭാവങ്ങൾ നമ്മളിലേക്ക് തിരിച്ച് പ്രാപിച്ചെടുക്കാനായിട്ട് ഹല്ലേലൂയ ആ ദൈവികാംശങ്ങളെ ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവിക പുത്രത്വത്തിന്റെ ആത്മാവിൽ അതൊന്ന് കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ അല്ലെ അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ. അങ്ങനെ ആ ആലയം ഒന്ന് പണിയുവാനായിട്ട് ഹല്ലേലൂയ ഉൽപ്പത്തി തൊട്ട് ഹല്ലേലൂയ ഈ ആലയം പണിയൊക്കെ തുടങ്ങിയെങ്കിൽ ഹല്ലേലൂയ അത് ഹല്ലേലൂയ എന്താകുന്നു ആലയം പണിയും പട്ടണം പണിയും ഒക്കെ തുടങ്ങിയെങ്കിൽ അതിനായിട്ടൊന്ന് സൃഷ്ടിച്ചെങ്കിൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അത് കൈപ്പണിയല്ലാത്തൊരു ആലയത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ആവുന്ന കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളതൊക്കെയും കല്ലിന്മേൽ കല്ലിശേഷിക്കാതെ തകർന്നു പോകുന്ന പണികൾ തന്നെയാണ്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ആ ഒരു പണിയിലേക്ക് ആവുന്ന കർത്താവ് വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ അതിനുവേണ്ടി പരിശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും മടിപ്പിക്കുന്ന, പുറകോട്ട് വലിക്കുന്ന, വീണ്ടും നമ്മളെ വീഴ്ച കളയുന്ന അനേകം കാര്യങ്ങളാണ് എതിരാളികൾ അവിടെ കടന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എഫേസോസിൽ എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എങ്കിലും എതിരാളികൾ പലരുണ്ട് എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ആ ഓരോ വലുതും സഫലവുമായ വാതിൽ ഹല്ലേലൂയ തുറക്കുമ്പോഴും അവിടെ എതിരാളികൾ ഇന്ന് വരെ ആ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എതിരാളികളും അവിടെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെയാവുന്നു ഹല്ലേലൂയ നമുക്ക് മടുപ്പും ക്ഷീണവും പ്രയാസങ്ങളും എല്ലാം കടന്നു വരുന്നതും ഹല്ലേലൂയ നമുക്ക് അതിനോടാവുന്ന യുദ്ധമുള്ളത്
ഹല്ലേലൂയ. അതിനെ അതിജീവിക്കുവാനുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തിനോടാവും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവൊക്കെ ആവുന്നു സിയോനിലൂടെ കർത്താവ് ഞങ്ങളിലേക്ക് ഇരുന്നായിരുന്നു ഞങ്ങളിലേക്ക് ഓരോരുത്തരേക്കും അത് പകർന്നു തന്നത്. ഹല്ലേലൂയ. ആ ഒരു ഹല്ലേലൂയ തലം ഹല്ലേലൂയ ഒരു പക്ഷേ ലോകത്തിന് മറഞ്ഞു കിടക്കുന്ന ആയിരിക്കാം, ഹല്ലേലൂയ അല്ലായിരിക്കാം, എങ്കിലും ഹല്ലേലൂയ കർത്താവ് അത് കൂടുതലായിട്ട് ഞങ്ങളിലേക്ക് ജേസിലേക്ക് അത് പകർന്നു തന്നിരിക്കുന്ന ഒരു തിരിച്ചറിവ് തന്നെയാവുന്നു. ഹല്ലേലൂയ. കേൾക്കാൻ ഇഷ്ടമുള്ളതല്ല, കേൾക്കാൻ ഇമ്പമുള്ളതല്ല, പാലിച്ചു പോകാൻ എളുപ്പമുള്ളതുമല്ല, പക്ഷേ ഹല്ലേലൂയ കർത്താവ് അതിലേക്കാവുന്നു നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിലും അത് ജീവനെ പിടിച്ചെടുക്കാൻ മതിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാവുന്നു ഞങ്ങൾ ഓരോരുത്തരും മരണത്തിലായിരുന്ന എന്ന് ഇല്ലാതായി പോകുമായിരുന്നു ഞങ്ങൾ ഓരോ മക്കളും ഹല്ലേലൂയ ഇന്നും ഇവിടെ ജീവനോടെ ആയിരിക്കുന്നതും. ഹല്ലേലൂയ. ഇനിയും അനേകം മരണങ്ങൾ ഞങ്ങൾ വാഴുന്നതുകൊണ്ട് തന്നെ അനേകം തെറ്റുകൾ ഞങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും കർത്താവിലേക്ക് ആ വെളിച്ചത്തിലേക്ക് ഒന്ന് കൂട്ടി വരുവാൻ കർത്താവ് ആ വലിയ ദയ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നും ജീവനോടെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വെളിച്ചമാവുന്നു. അവൻ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും വചനം മുഖാന്തരം ഉളവായെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുവാനും നാം അതേ വചനത്തിൽ തന്നെയാവും നമ്മളിലേക്ക് പകരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രത്യക്ഷപ്പെട്ടു വന്ന ഹല്ലേലൂയ ദുഷ്ടേതായ തലങ്ങളെ നമ്മൾ ശാസിക്കുന്നു, അതിനെ പുറത്താക്കുന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവ് വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യില്ല എന്നും ഒക്കെ പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ആത്മാവസ്ഥകളോട് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെ ശാസിക്കുമ്പോൾ ആ പാമ്പുകളും തേളുകളും സത്താന്റെ സകല ബലവുമായിട്ട് അതിനെതിരെ തന്നെ ഒന്ന് എഴുന്നേറ്റ് വരുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇതെല്ലാം ഈ അശൂരിനെ ഈ പർവ്വതത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞിങ്ങനെ പറ്റിയും. ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ശുശ്രൂഷയുടെയും അടുത്ത തലങ്ങൾ നമ്മളിൽ തന്നെയാവുമ്പോൾ പുറപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. ഏത് തലമാണോ അല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ നമ്മളിൽ തന്നെയാവുന്നു അതിനെ എതിർക്കുന്ന ആ തലങ്ങളും പുറപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. അതിന് ഈ പർവ്വതത്തിൽ വെച്ച് തന്നെ നമുക്ക് പറ്റാത്ത, സാധിക്കാൻ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ തന്നെയാവുന്നു, എങ്കിലും അതിനോടാവും നമുക്ക് യുദ്ധം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാമ്പുകളും തേളുകളും നമ്മുടെ ബോധം പോകുന്ന അവസ്ഥ, ഹല്ലേലൂയ നമ്മള് പെട്ടെന്ന് വേറൊരു വഴിക്ക് പോകുന്ന അവസ്ഥ, ഹല്ലേലൂയ ഇതെല്ലാം ഉണ്ടാകും. ഹല്ലേലൂയ പാമ്പുകളും തേളുകളും പല തേളുകൾ ആ വാലിലാവുന്നതിന്റെ വിഷമാണ് അല്ലെ. നമുക്ക് പഴയ കാര്യങ്ങൾ പോലും നമുക്ക് പിന്നെ പരാതിയും പരിപ്പും ഒക്കെ ആയിട്ട് പൊങ്ങി വരുന്നതൊക്കെയും തൊട്ടത് അറിഞ്ഞത് കണ്ടതായ കാര്യങ്ങൾ തന്നെയായി. ഹല്ലേലൂയ. പഴയ കാര്യങ്ങൾ തൊട്ട് പൊങ്ങി വന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബുദ്ധി വേദനിപ്പിക്കുന്ന അവസ്ഥകളും എല്ലാം പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലവും ഫലമായ രൂപങ്ങളായിട്ട് ഹല്ലേലൂയ പല പല അവസ്ഥകളായിട്ട് പെട്ടെന്നൊരു തോന്നലായിട്ട് ഒക്കെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന അനവധിയായ കാര്യങ്ങൾ തന്നെയാവുന്നു. ഹല്ലേലൂയ. ഇത് നമ്മളെ വീഴിക്കാൻ ആ ഇരുള് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇരുളോ വെളിച്ചത്തെ കീഴടക്കിയില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനെ കീഴടക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം യുദ്ധം തന്നെ ചെയ്തെടുക്കുവാനുണ്ട് എന്നുള്ള കാര്യവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മറ്റാരും ചെയ്യുകയല്ല, നമ്മളിലേക്ക് പകർന്ന പുത്രത്തിന്റെ ആത്മാവ് തന്നെ എഴുന്നേറ്റ യുദ്ധം ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതല്ലാതെ വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെയാവുന്നു ഹല്ലേലൂയ ഓരോ മക്കളും മടുത്തു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, സഭകൾ മടുത്തു പോകുന്നത്, ഇല്ലാതായി പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും സംഭവിച്ചു പോകുന്ന ജനങ്ങളായിട്ടും പുറത്തും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ കർത്താവ് ഇത്രയും വർഷങ്ങൾ ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മരണപ്പെട്ടു പോകുമായിരുന്ന, ഇല്ലാതായി പോകുമായിരുന്ന അനേകം അവസ്ഥകൾ ഹല്ലേലൂയ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഓർമ്മയുള്ള അനേകം കാര്യങ്ങൾ തൊട്ട് ഇൻ ബിറ്റ്വീൻ ഓരോ സെക്കൻഡിലും കർത്താവ് കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞെങ്കിൽ അത് ജനറലായിട്ട് ഹല്ലേലൂയ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് അല്ലെ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒന്ന് കാല് തട്ടി വീഴാതിരുന്ന അവസ്ഥ. ഹല്ലേലൂയ വീണ് പോകുമായിരുന്നു, പക്ഷേ വീഴാതിരിക്കുന്ന അവസ്ഥ ഇവിടെയൊക്കെയും ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവ് കാത്ത് സൂക്ഷിക്കണം. അങ്ങനെ ഓരോ സെക്കൻഡും ഹല്ലേലൂയ എത്രയോ കാര്യങ്ങളാവുന്നു. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ
ഒക്കെയും ഹല്ലേലൂയ ഇവിടെയൊക്കെയും അനവധി പാളിച്ചകൾ പറ്റാമായിരുന്നു. ഹല്ലേലൂയ അങ്ങനെ ഓരോ തലത്തിലും ഹല്ലേലൂയ കർത്താവിലേക്ക് തിരിയുകയാണെങ്കിലോ അവിടെ എണ്ണമില്ലാത്ത അനേകം കാര്യങ്ങളിലാവുന്നു കർത്താവ് നമ്മളെ വീട്ടിലേക്ക് പുറത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുള്ളത്. അപ്പം അത് ഓരോ ഫീൽഡിലും ഇപ്പോൾ അടുക്കളയിലായിക്കോട്ടെ ഹല്ലേലൂയ അവിടെ തീ കത്തിച്ചപ്പോഴൊക്കെയും ഒരു അശ്രദ്ധ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വന്നു ഹല്ലേലൂയ തീയോ നാളെ പഠനമായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ കത്തിക്കാമായിരുന്നു, അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ഫലങ്ങൾ തൊട്ട് ഒരു എക്സാമിന് ചെല്ലുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്നൊരു തോന്നൽ ഹല്ലേലൂയ ഉത്താവുന്ന ഉത്തരം എന്നുള്ള രീതിയിൽ മറ്റു പലതും എഴുതിയിട്ട് പോരുന്ന അവസ്ഥകൾ ഹല്ലേലൂയ. അപ്പം അവിടെയൊക്കെയും തോറ്റു പോകുമായിരുന്ന ഇല്ലാതായി പോകുമായിരുന്ന അവസ്ഥകൾ ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു പനി വന്ന ഒരു നിസ്സാര കാര്യമായിരിക്കും, ഒരു തലവേദന വന്ന എക്സാമിന് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ഓരോ കാര്യത്തിലും അപ്പുറത്തേക്ക് നമ്മളെ ഒന്ന് കണ്ടെത്തി ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ അവൻ്റെ ആ കാര്യത്തിൽ ഹല്ലേലൂയ അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ വലിയ വലിയ ചില കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടാവും, സാക്ഷ്യം പറയേണ്ടത്. പക്ഷേ ഹല്ലേലൂയ ഇതൊക്കെയും നമ്മളിലുള്ള ഇരുൾ പൊങ്ങി വരുമ്പോൾ വളരെ ചെറുതുമായ സകല കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ദൈവത്തെ തന്നെ ഒരു ശത്രുവായിട്ട് കാണുന്ന അവസ്ഥകൾ തന്നെയാവുന്നുള്ളത്. പക്ഷേ ഹല്ലേലൂയ അവിടെയൊക്കെയും യഹോവ ദൈവം നമ്മളെ ദീർഘക്ഷമയോടെ തന്നെ ഹല്ലേലൂയ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാവുന്നു. ഇന്നും ഈ കൺവെൻഷന് 2-ാം ദിവസത്തേക്ക് ഒന്ന് എത്തിച്ചേരുവാനാണ്. അല്ലെങ്കിൽ നമ്മുടെ എണ്ണയിൽ തീർന്നു പോകുന്ന പല അസുഖങ്ങൾ, മരണങ്ങൾ, കോവിഡ് ഇതൊക്കെയും വന്ന് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ വന്ന് നമ്മൾ തീർന്ന അപകടങ്ങൾ വന്ന് ആപത്തുകൾ വന്ന് ഹല്ലേലൂയ തീർന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ ഭ്രാന്തിൻ്റെ അവസ്ഥകൾ അല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മഹത്യയുടെ അവസ്ഥകൾ ഇങ്ങനെയുള്ള ഓരോ തലങ്ങളിലേക്കും കടന്നു പോകേണ്ടുന്ന മക്കൾ തന്നെയാവുന്നു. ഹല്ലേലൂയ നമ്മുടെ ഇന്നും കർത്താവിടെ ജീവനോടെ ഇവിടെയൊക്കെയും ഓരോ ചെറിയ തലത്തിലും അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ജീവിതം തന്നെ തീർന്നു പോകുമായിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് ഓമയായിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ തന്നിട്ടുള്ള കർത്താവ് ഹല്ലേലൂയ അവൻ വിശ്വസ്തനാവുന്നു. ഹല്ലേലൂയ അവനത് നിവർത്തിക്കാൻ തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ അബ്രാഹാം ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ഹല്ലേലൂയ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുത്തുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആ ക്ഷമ വിട്ടുപോകുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോഴും പൗലോസ് പുസ്തകത്തിന്റെ കാലത്തേക്ക് വന്നപ്പോൾ ആ ക്ഷമ നശിപ്പിക്കുന്ന പിശാചിനെ അതാ സമയത്ത് പുറത്താക്കണം എന്നുള്ള തിരിച്ചറിവും കർത്താവായ യേശുക്രിസ്തുവിലൂടെ പകർന്നു തന്നുവരികയും ഹല്ലേലൂയ. അപ്പോൾ ആ ഇരുളിനെ അതാത് സമയത്ത് പുറത്താക്കി അവിടെ സാത്താന്റെ മേഖലകളെ പിടിച്ചെടുത്ത് അത് ദൈവരാജ്യത്തിലാക്കി യാത്ര ചെയ്യുവാനുള്ള പുതിയ അറിവാണ് പുതിയ നിയമത്തിൽ കർത്താവ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ദീർഘക്ഷമയോടെ ഇരുന്നെങ്കിലോ ഹല്ലേലൂയ ഇവിടെ ക്ഷമ നശിപ്പിക്കുന്ന പിശാചിനെ പുറത്താക്കി അതിന്റെ ആത്മാവിന്റെ ഫലങ്ങളായിട്ട് ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അതിനെ അവിടെ പ്രാപിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ബലപ്പെടുത്തത്തിൽ നമ്മൾ കുറെ ദീർഘക്ഷമ കാണിക്കും. പക്ഷേ അതിന്റെ ഒരു എൻഡ് പോയിന്റിലോ നമ്മൾ മടുത്തു പോകുന്ന ഇല്ലാതായിരുന്നു. പക്ഷെ ആ പോയിന്റിൽ സാത്താൻ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ അത് മറഞ്ഞിരിക്കുന്ന ദൈവമെന്നോ പൂജാവിഷയമെന്നോ വിചാരിക്കുന്ന സകലത്തിന്മേലും തന്നെത്താൻ ഉയർത്തിക്കൊണ്ട് നമ്മളാണ് ഈ ദേവാലയത്തിൽ തന്നെ ക്ഷമ നശിക്കുന്നത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ക്ഷമ ഇല്ലാതായി പോകുന്നത്. ഹല്ലേലൂയ അതിനോടാവുന്നു കർത്താവിന്റെ യുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പം ആ ഇരുള് വെളിച്ചത്തെ കീഴടക്കിയിരിക്കുന്നു പലപ്പോഴും. പക്ഷേ ഹല്ലേലൂയ വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ക്ഷമ വിട്ടുപോയ അവസ്ഥ അവിടെ ദീർഘക്ഷമയാക്കുവാനും വീണ്ടും ദീർഘക്ഷമയാക്കുവാനും ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞേക്കുന്ന അനേകം കാര്യങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ആ അതിരുകളെ ഹല്ലേലൂയ ഓരോ ആകാശവും ഭൂമിയും ഒന്നില്ലാതായി പുതിയ ആകാശത്തേക്കും പുതിയ ഭൂമിയിലേക്ക് കടക്കുവാൻ തന്നെയാണ്. ഹല്ലേലൂയ. ആ ഒന്ന് ബൗണ്ടറി ബ്രേക്ക് എന്നുണ്ടെങ്കിലോ എതിരാളിയായിട്ട് യുദ്ധമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മുടെ അതാണല്ലോ ഹല്ലേലൂയ അന്ത്യകാലത്ത് സ്നേഹം തടത്തുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഹല്ലേലൂയ നമ്മൾ അത് നിന്നു പോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ നിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുന്ന അത് എതിരാളിയോടെ പ്രത്യക്ഷപ്പെട്ട് വന്നിരിക്കുന്നു. നമുക്ക് അതിനോട് യുദ്ധമുണ്ട്. നമ്മൾ ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കും, വീണ്ടും തെന്നി ഇപ്പുറത്തേക്ക് പോരുമായിരിക്കും, ഇതെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ ഹല്ലേലൂയ മടുത്തു പോകാതെ മുന്നോട്ടെടുക്കാനാണ് കർത്താവ് നമ്മോട് വീണ്ടും പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഓരോ മോളിക്യൂൾസിലും ഒരു പണി നടന്നെങ്കിലേ ഹല്ലേലൂയ ഈ മൊത്തത്തിലുള്ള ഒരു മാറ്റം. ഹല്ലേലൂയ. പുറമേയുള്ള സ്നാനം, പുറമേയുള്ള അശുദ്ധി മാറ്റിക്കളയും. പക്ഷേ ഹല്ലേലൂയ ഇതിനെയൊക്കെ ഒന്ന് ഉരുക്കി മൂലപദാർത്ഥങ്ങളൊക്കെ ഒന്ന് ഉരുക്കി ഹല്ലേലൂയ ആ അശുദ്ധികളെ മാറ്റിക്കളയുന്ന ഒരു അഗ്നിസ്നാനത്തിനായിട്ട് വീണ്ടും സൂക്ഷിച്ചും വെച്ചിരിക്കുന്നതുമാണ്. ജലത്തിൽ നിന്നും ഉരുമായ ഭൂമി ഹല്ലേലൂയ പിന്നീട് എന്തിനു വേണ്ടിയിട്ടാവുന്നു ഹല്ലേലൂയ തീ കൊണ്ടുള്ള ഒരു ശുശ്രൂഷിക്കുക.
ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ മണ്ണായിട്ടുള്ള പല കാര്യങ്ങളും ഒരുക്കി കളയുവാനുള്ള അവസരങ്ങൾ ലിമിറ്റിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സ്നേഹം സ്റ്റോപ്പായി സീറോയിലേക്ക് വന്ന് പിന്നെ അത് വെറുപ്പായിട്ട് മാറുന്ന അവസ്ഥ, ക്ഷമ മാറി വയലന്റ് ആവുന്ന അവസ്ഥ. ഹല്ലേലൂയ ആ പോസിറ്റീവ് പോയിന്റുകൾ നമ്മളിലുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറം കടന്നു നമ്മൾ വിചാരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ നടക്കാത്ത ആൾക്കാർ ഹല്ലേലൂയ ആ ഒരു പോയിന്റിൽ വെച്ചാവുന്നു ബ്രേക്ക് ചെയ്ത് എടുത്തു പോകും. പക്ഷേ ഹല്ലേലൂയ പലപ്പോഴും പറ്റുന്നില്ലാത്ത അവസ്ഥകളിൽ ഇങ്ങനെ യുദ്ധങ്ങളുണ്ട്. ഹല്ലേലൂയ ഇതിനോടാണോ അത് മറയിലാവുന്നു. ഹല്ലേലൂയ നമ്മളാവുന്ന ഈ ദേവാലയത്തിൽ തന്നെ മറിഞ്ഞിരിക്കുന്നെങ്കിൽ ഒരു ഉദ്ദേശപ്പെട്ടവർ നമ്മൾ ഇതുവരെ അപ്പുറത്തും ഒക്കെ ഇരുള് കണ്ടെങ്കിൽ ഇനി നമ്മൾ തന്നെ നിൽക്കുന്ന ഓരോ കാര്യത്തിൽ നിൽക്കുന്ന ഇരുളിനെ കണ്ടെത്തി ഹല്ലേലൂയ അതിനെ കീഴടക്കുവാനായിട്ട് ഇന്ന് മുതൽ ഹല്ലേലൂയ പുതിയൊരു സൃഷ്ടിയായിട്ട് ക്രിസ്തുവിനായ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞെങ്കിൽ അതിലേക്ക് തന്നെ കടത്തപ്പെടും. ഹല്ലേലൂയ ഓരോ ബേസിക് പാർട്ടിക്കിൾസും ഹല്ലേലൂയ മൂലപദാർത്ഥങ്ങളും ഹല്ലേലൂയ ഒന്ന് ഉരുകി അതിന്റെ അശുദ്ധികൾ മാറി ഹല്ലേലൂയ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് അതിനാൽ നിർമ്മിതമായ ഈ ദേവാലയം ഒന്ന് പ്രകാശിക്കാൻ കൂടുതൽ തുടങ്ങി വരുന്ന ഒരവസ്ഥയിലേക്ക് കടക്കുവാനും എല്ലാം ഉള്ള അവസരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതൊരു പ്രത്യേക ജാതിയാവുന്നു. ഹല്ലേലൂയ ലോകത്തോട് അത് കൂടുന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യത്തിലും ലോകത്തിന്റെ അറിവിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മളിലുണ്ട്. പക്ഷേ അവിടേക്ക് തന്നെ അവന്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചു വന്ന ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ അവിടെ വന്നപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ആ വാഗ്ദത്ത നാട്ടിലേക്ക് അടുത്ത് വന്നപ്പോൾ അവിടെ പല പരാജയങ്ങൾ അവർക്കുണ്ടായി. അവര് തന്നെ ബാലിന്റെ വിഗ്രഹത്തെ ആരാധിച്ചതൊക്കെയും അവരിൽ തന്നെ കിടക്കുന്നെങ്കിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാവുന്നു. ഹല്ലേലൂയ. പക്ഷേ കർത്താവിലേക്ക് നമുക്ക് വീണ്ടും ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ഒരു തരത്തെ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കാൻ ഒട്ടും സുഖം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ പറയാൻ അത്രയും കൂടെ സുഖമില്ല. പക്ഷേ നമുക്ക് ചെയ്തു പോയേ പറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് കർത്താവ് നമ്മളെ ആ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ ഇരുന്നാവുന്ന പിടിച്ചെടുത്തെങ്കിൽ അതൊക്കെയും ശിവൻമുഖ്യ യുദ്ധങ്ങളൊന്ന് ഏറ്റെടുത്ത് തന്റെ ശരീരത്തിൽ തന്റെ പർവ്വതത്തിൽ ഈ പർവ്വതത്തിൽ ആ പർവ്വതത്തിൽ തന്നെ വെച്ച യുദ്ധങ്ങളൊന്ന് ചെയ്ത് നമുക്ക് ആ വിടുതലുകൾ തന്നുവെങ്കിൽ ഹല്ലേലൂയ ആ ജയിച്ച ആത്മാവിന്റെ നിക്ഷേപത്തെ ആകുന്നു നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളുടെ പകർന്നു തന്നെങ്കിൽ ആ ഏതനെ വർദ്ധിപ്പിച്ചെടുക്കാൻ തന്നെ ആ യുദ്ധങ്ങൾ 2013 തൊട്ട് നമ്മളെ ശിവൻപത്രിമാരാക്കി. പക്ഷേ നമ്മൾ ഹല്ലേലൂയ ആ കാര്യം മാത്രം ചെയ്തില്ല, ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം പോയെങ്കിലും ഹല്ലേലൂയ ഇന്നിപ്പോ 2024 ആയിരിക്കുന്നു. ഹല്ലേലൂയ നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു ഹല്ലേലൂയ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിച്ച അതേ ആത്മാവ് നമ്മള് രോഗത്തിലായിരുന്നു, കഷ്ടതയിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു, ദുരിതത്തിലായിരുന്നു, മാനസിക വിഭ്രാന്തിയിലായിരുന്നു. ഇവിടെയൊക്കെയും ആ അവസ്ഥകളിൽ നിന്ന് വിടുവിച്ച് അവിടെ ജീവനെ പകർന്ന അതേ ആത്മാവിനെ തന്നെ വീണ്ടും നമ്മളിലേക്ക് പകർന്നു. അത് അതിനപ്പുറത്തുള്ള തലങ്ങളിൽ വീണ്ടും അതിനേക്കാൾ അപ്പുറമായ കഷ്ടതയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും രോഗവും ഹല്ലേലൂയ ക്ഷീണവും പ്രയാസവും മാനസിക വിഭ്രാന്തി എല്ലാം കിടക്കുന്ന തലങ്ങളിലേക്ക് ഇതേ വിത്ത് തന്നെ കടത്തിവിട്ടു. ഹല്ലേലൂയ അങ്ങനെയൊക്കെയുള്ള പാഴ്ശൂന്യമായി ഇരുട്ട് മാറ്റിക്കളയുവാൻ തന്നെയാവുന്നു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യുദ്ധങ്ങളുണ്ട്. ഹല്ലേലൂയ പുറമേയുള്ള യുദ്ധങ്ങൾ എളുപ്പമാവുന്നു. പക്ഷേ അകത്തെ യുദ്ധത്തെ കടന്ന് തന്നെ ചെയ്യുവാനാവുന്നു. ഹല്ലേലൂയ ഒരു പ്രത്യേക ജാതിയായിട്ട് പ്രത്യേക ജനമായിട്ട് തന്നെ വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും അതുകൊണ്ട് ഹല്ലേലൂയ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഹല്ലേലൂയ സ്വാതന്ത്ര്യം വരുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ സാക്ഷാൽ അവസ്ഥയിലേക്ക് ഏത് പുത്രൻ സത്യ ദൈവത്തിന്റെ പുത്രൻ തന്നെ. നമ്മൾ പല ആലോചനകളും കയറി വരും. പക്ഷേ ഹല്ലേലൂയ പിതാവിന്റെ ഇഷ്ടം ഹല്ലേലൂയ നമ്മുടെ ശുദ്ധീകരണം തന്നെയാവുന്നു. അവിടെ നമ്മളെ മടുപ്പിക്കുന്ന ശീലിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന ഇരുട്ടുകളെ ജയിച്ചെടുത്തേ പറ്റിയുള്ളൂ. ആ പുത്രൻ ആ ഒരു തിരിച്ചറിവ് വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഹല്ലേലൂയ അവരിൽ പുറപ്പെട്ടു വന്ന വചനം ആ പുത്രത്തിന്റെ ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തും. ഹല്ലേലൂയ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകുക തന്നെ ചെയ്യും. God bless you.